ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ പായസമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പൈനാപ്പിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇതിന് മുന്നേ ഞാൻ വേറൊരു രീതിയിൽ പൈനാപ്പിൾ പായസം ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ചവ്വരിയൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് എടുക്കാം. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ 3 അച്ച് വെല്ലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് പകുതി ശർക്കരയും പകുതി പഞ്ചസാരയാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് ഉരുക്കിയിട്ട് അരിച്ചിട്ടെടുക്കാം. അരിഞ്ഞ് വെച്ചിട്ടുള്ള പൈനാപ്പിൾ മിക്സ് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഈ ഒരു കപ്പിന് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. തിളച്ച വെള്ളത്തിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പൈനാപ്പിൾ ആണ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് യോജിച്ച് വരുന്ന സമയത്ത് ഞാൻ 1 ഗ്ലാസ് ചവ്വരിയാണ് എടുത്തിരുന്നത്. നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, അതിന് 1 ഗ്ലാസ് ചവ്വരി കഴുകി വാരി വെച്ചതായിരുന്നു. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇനി ചവ്വരി വെന്ത് വെള്ളം കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് തന്നെ തിക്കായി വരും കേട്ടോ. അതുകൊണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം. ചവരിയെല്ലാം പാകത്തിന് വെന്ത് നന്നായിട്ട് കുറുകിയാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് മധുരത്തിന് ശർക്കര ഉരുക്കി വെച്ചിരുന്നല്ലോ ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞത് പഞ്ചസാര ചേർക്കുന്നുണ്ടെന്ന്. 1/4 ഗ്ലാസ് പഞ്ചസാരയാണ് എടുത്തിരുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് യോജിച്ച് ഇത് കണ്ടില്ലേ, കുറുകി വന്നിട്ടുണ്ട്. ശർക്കരയും പഞ്ചസാരയും എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. നാളികേരത്തിൻ്റെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ 1 നാളികേരം എടുത്തിട്ട് അതിൽ നിന്നുള്ള 1ഉം 2ഉം പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിൻ്റെ 2ാം പാലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഒന്ന് കുറുകി വേണം. പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ. നമ്മൾ ചവ്വരി ചേർത്തത് കൊണ്ട് തന്നെ വേഗം കുറുകി വരും. കുറുകി വന്നിട്ടുണ്ട് നല്ലോണം. ഒരു നുള്ളു ഉപ്പ് ചേർത്തിട്ടുണ്ട്. മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ചാനൽ ആദ്യമായിട്ടാണ് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോഴത്തേക്കാണ് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അത് ഓൾ വേണം സെലക്ട് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നാളികേരത്തിൻ്റെ 1ാം പാൽ യോജിപ്പിച്ച് കൊടുക്കാം. ഏലക്കായ പൊടിച്ചത്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൽ ചെറിയ ഓരോ കഷ്ണം പൈനാപ്പിൾ അരയാതെ കിടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 1-2 എണ്ണേ ഉള്ളൂ. പക്ഷെ മാക്സിമം എല്ലാം ഫുള്ളായിട്ട് അരയാൻ ശ്രദ്ധിക്കുക. ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഫ്ലെയിം ഓഫ് ചെയ്യാം. പായസത്തിലേക്ക് ചേർത്ത്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള പൈനാപ്പിൾ പായസം ഉണ്ടാക്കുന്നത് കണ്ടില്ലേ? ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.